എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ രവിയേട്ടന് എവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 12-ന് രവിയേട്ടൻ്റെ ജന്മദിനമല്ലായിരുന്നോ? ഞാനിവിടെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അറിയില്ല രവിയേട്ട, ഞാൻ എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നതെന്ന്. എന്നെ ഒറ്റയ്ക്കാക്കിയില്ല. എത്രാമത്തെ കത്താണ് ഞാനിങ്ങനെ അയക്കുന്നതെന്നറിയില്ല. എന്നാലും എന്നെങ്കിലും രവിയേട്ടൻ തിരിച്ചു വരികയാണെങ്കിൽ ഈ കത്ത് കിട്ടിയ ഊർമിള ഇപ്പോഴും രവിയേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന്. രവിയേട്ടൻ്റെ സ്വന്തം ഊർമിള. കാട്ടാങ്കുന്നൻ ഇന്നേതാണ്ട് കവിതയായിട്ട് ചാടിയല്ലോ. എൻ്റെ പൊന്ന് രമേശ, നീ അത് കൈയിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടാ. അതിനകത്ത് വല്ല പാമ്പോ കൽക്കുന്നനോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ സഹിച്ചോളാം. ആ തപാൽപ്പെട്ടി വല്ലപ്പോഴും ഒന്ന് അനങ്ങണമെങ്കിൽ രമേശൻ തന്നെ വരണം. എൻ്റെ കയ്യിലോട്ട് നേരിട്ട് തന്നാ പോരായിരുന്നോ രമേശ? വെറുതെ എന്നെ കൊണ്ട് ആ പെട്ടി തുറപ്പിക്കണം. അതൊക്കെ പ്രോട്ടോകോള് പോലെ പൊക്കോട്ടെ മാഷെ. പിന്നെ പോസ്റ്റ് ഓഫീസല്ലേ, എന്തെങ്കിലും ജോലിയൊക്കെ മാഷക്ക് വേണ്ടേ? ഇപ്രാവശ്യമെങ്കിലും തന്റെ കവിത അച്ചടിച്ച് കാണാൻ പറ്റുമോ രമേശ? ആഹാ, അങ്ങോട്ട് മാറിക്കൂടോ. ആ, തീർച്ചയായും. അക്ഷരങ്ങളെ കൊണ്ട് മുറിവേറ്റ വായനക്കാരൻ ഈ രമേശൻ കാട്ടാങ്കുന്നിന്റെ കവിതകളെ തിരിച്ചറിയും മിക്കവാറും. ഓ, മിക്കവാറും. മാഷ് നോക്കിക്കോ. ആ രമേശ, മടക്കത്തെ പാല് സ്റ്റാമ്പ് വെച്ചാൽ അത് തിരിച്ചു കിട്ടും. ശിവു, പോസ്റ്റ് ഓഫീസിൽ ഭയങ്കര തിരക്കല്ലേ ഇപ്പോ? എഴുത്ത് കൊടുക്കാൻ പോയിട്ടുണ്ട്. കിഴക്കേ വീട്ടിൽ കൊടുക്കാനുള്ളത് കിഴക്കേ മേലേടത്ത് വീട്ടിൽ കൊണ്ടേ കൊടുക്കും. ശങ്കരമേനോനുള്ളത് ശങ്കര വാര്യർ കൊണ്ടേ കൊടുക്കും. എന്താകുമോ എന്തോ, ഒന്നും പറയണ്ടെന്റെ ശിവ. പുതിയ ആളല്ലേ, ഒരു സ്ഥലജല വിഭ്രാന്തി. ആ, നീ വന്നോ? നിന്റെ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയില്ലേ? 2 ദിവസം കൊണ്ട് കിട്ടും മാഷേ. അതെ, ഈ ഗൂഗിൾ മാപ്പ് ശരിയല്ല. നേരെ പോയി കുളത്തിൽ ചാടണ്ടായിരുന്നു. അതെ, താൻ വരുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. പോയിട്ടൊരു 10-15 വീട്ടിൽ നേരിട്ട് എന്ന് ക്ഷണിക്കാനുള്ളതാ. ഇനി 2 ആഴ്ചയേ മോളുടെ കല്യാണത്തിനുള്ളൂ. പിന്നെ ആളില്ലാത്ത രജിസ്റ്റർ ഉണ്ടോ? ഉണ്ടല്ലോ, മേശപ്പുറത്ത് വെച്ചാൽ മതി. അതെ, 1-2 എണ്ണം ഉണ്ട്. പിന്നെ ഒരു പാസ്പോർട്ടും ഉണ്ട്. പിന്നെ ഒരെണ്ണം ഒപ്പിട്ട് വാങ്ങിക്കാനും പറ്റിയില്ല. അതെന്താ? അതാ സ്ത്രീ എന്നോട് അവിടെ വെച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു, ഒരു രവീന്ദ്രൻ അമ്പലപ്പാട്ടിൽ. അത് ആളില്ലാത്ത രജിസ്റ്റർ അല്ലേ? നീ അത് എവിടെ കൊണ്ട കൊടുത്തു? ഞാനിവിടെ മാറ്റി വെച്ചിരുന്നാണല്ലോ. അത് നിന്റെ എങ്ങനെ വന്നു? ഇനി ഞാനെങ്ങാനും അത് മാറ്റിവെക്കാൻ മറന്നോ? അത് ഞാൻ ആ കറക്റ്റ് വീട്ടിൽ തന്നെയാണ് കൊടുത്തേ മാഷേ. എടാ, അവിടെ രവി എന്ന ആളുണ്ടോന്ന് ചോദിച്ചോ? ഇവിടെ ഒരേ വീട്ടുപേര് എത്ര പേർക്ക് കാണും? താൻ ഇപ്പൊ തന്നെ പോയി തിരിച്ചെടുത്തോണ്ട് വാ. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ തന്നെ പോണം. സൈക്കിളിലല്ല, കൂട്ടിൽ പോയി വേഗം എടുത്തോണ്ട് വാ. ചെല്ലേ. ചേച്ചി, ചേച്ചി, ചേട്ടോ, ഇവിടെ ആരും ഇല്ലേ? ഇവരെവിടെ പോയി കിടക്കുക? മെയിൽവണ്ടി പോയാലൊന്ന് 1000 എന്നെ കൊല്ലും. പണ്ടാറോടങ്ങ ആരെയും കാണാനില്ലല്ലോ. ചേട്ടോ, ചേച്ചി, ഇവിടെ വെച്ചത്. ചേച്ചി,
തുറന്നോടി അടിച്ച് അടിക്ക്. മതി 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 മതി. നാളെ രാവിലെ തൃശ്ശൂർക്ക് പോകാനുള്ളതാ. മോളുടെ കല്യാണത്തിന് സ്വർണം എടുക്കണം. പിന്നെ ഞാൻ താമസിച്ചാലേ നാളെ താൻ ഓഫീസൊക്കെ പൂട്ടിക്കോണം. മാഷേ ഇത് പറഞ്ഞോടി ലാസ്റ്റ്. വേണ്ടടോ, തനിക്ക് ജോലി കിട്ടിയതിന് ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞു. താൻ അത് ചെയ്തു. താൻ വാക്കുപാലിക്കുന്നവനാടോ, വാക്കുപാലിക്കുന്നവൻ. മതി. ഇനി ഈ പരുവത്തിൽ വീട്ടിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടോ, ആ എഴുത്ത് കിട്ടിയായിരുന്നു. കിട്ടി മാഷെ, കിട്ടി. ഇതിപ്പം 3ാമത്തെ പ്രാവശ്യമോടും മാഷ് ഇത് തന്നെ ചോദിക്കണ്ടത്. ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നോ? 3-4 വട്ടം ചോദിച്ചു. നാളെ തന്നെ അത് തിരിച്ചു വിട്ടേക്കണം, മറക്കരുത്. മാഷ് പേടിക്കാതെ, നാളെ തന്നെ ഞാൻ അത് വിട്ടേക്കാം. അല്ല, ഇതിനെന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കണേ? അതൊരു നീണ്ട കഥയാണോ. മാഷ് കഥ പറ, കേക്കട്ടെ. അതൊന്നും പറഞ്ഞാൽ തനിക്കൊന്നും മനസ്സിലാകില്ലടോ. താനൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ. എന്നാലും മാഷ് പറ, കേക്കട്ടെ. ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖമെന്താനന്ദമാണ് എനിക്കോമനെ. കേട്ടിട്ടുണ്ടോ ചുള്ളിക്കാടിന്റെ കവിത? ചുള്ളിക്കാടാ? ഏത് സിനിമ നടനാ? ഇതാ പറഞ്ഞത്, തനിക്കൊന്നും മനസ്സിലാകില്ലെന്ന്. കാണാതെ പോയി നീ. നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. പണിയാവാതിരുന്നാ മതി. ഈ ഉണക്ക ലെറ്ററിനാണ് അന്ന് 1000 തെറി പറഞ്ഞത്. ഇതിനകത്ത് എന്താ വല്ല സ്വർണ്ണം ഇരിക്കണം? ഊർമിള തപസ്യ കിഴക്കേത്തറ പിയോ പട്ടം തിരുവനന്തപുരം. ഇതൊരു സ്ത്രീയാണ്. എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ രവിയേട്ടന്, എവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 12-ന് രവിയേട്ടൻ്റെ ജന്മദിനമായിരുന്നല്ലോ.
ഞാനിവിടെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അറിയില്ല രവിയേട്ടാ, ഞാൻ എന്തിനാണ് ഈശ്വരനെ വിളിക്കുന്നതെന്ന്. എന്നെ ഒറ്റക്കാക്കിയില്ലേ. എത്രാമത്തെ കത്താണ് ഞാനിങ്ങനെ അയക്കുന്നതെന്നറിയില്ല. എന്നാലും എന്നെങ്കിലും രവിയേട്ടൻ തിരിച്ചു വരികയാണെങ്കിൽ ഈ കത്ത് കിട്ടിയാൽ ഊർമിള ഇപ്പോഴും രവിയേട്ടന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് സ്വന്തം രവിയുടെ മാത്രം ഊർമിള. ഇവിടെ ആരും ഇല്ലേ? രവിയുടെ വീടല്ലേ? ആരാ മനസ്സിലായില്ല? പഞ്ചായത്തിൽ നിന്നാണോ? ചേട്ടാ, ഏതോ രവി അന്വേഷിച്ചു വന്നത്. ആരാ ഇത്? പിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളിവിടെ പുതിയ താമസക്കാരാ. സോറി, എനിക്ക് വീട് മാറിയതാ. ഏത് രവി? ആരാ സ്ത്രീ? മാധവേട്ടാ, മാധവേട്ടാ, എന്നെ മനസ്സിലായോ? മനസ്സിലായി. ഊർമിള ടീച്ചറല്ലേ? എത്ര നാളായി കണ്ടിട്ട്? 10-15 കൊല്ലമായി കാണും അല്ലേ? മാധവേട്ടനൊന്ന് പോസ്റ്റ്മാനായിരുന്നു. ഇപ്പൊ പോസ്റ്റ് മാസ്റ്ററും ആയി. ഈ വരുന്ന ചിങ്ങത്തേക്ക് 5 വർഷമാകുന്നു. ആ, പിന്നെ ടീച്ചർക്ക് സുഖം തന്നെയല്ലേ? അതെ മാധവേട്ടാ, ഞാൻ വന്നത്, ഞാൻ അയച്ചൊരു കത്ത് ഇതുവരെ എനിക്ക് തിരിച്ചു വന്നില്ല. ഇപ്പൊ 2 ആഴ്ചയായി. അതൊന്ന് നോക്കണമല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എടോ, തിരുവനന്തപുരത്തുനിന്ന് വന്ന ആ ഊർമിള എന്ന് പറഞ്ഞ ആളുടെ കത്ത് തിരിച്ചയച്ചില്ലേ? ആ, അയച്ചായിരുന്നു. പിറ്റേന്ന് തന്നെ തിരിച്ചു വിട്ടു അല്ലേടോ? ആ, വിട്ടല്ലോ. പിറ്റേന്ന് തന്നെ തിരിച്ചു വിട്ടു. ഞാനോർത്തു മാധവേട്ടാ, അത് രവിക്ക് ആ കത്ത് കിട്ടിയെന്ന്. ഇന്നേ വരെ മാധവേട്ടനായ എഴുത്ത് തിരിച്ചയക്കാതിരുന്നിട്ടില്ലല്ലോ. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടും കിട്ടാതായപ്പോൾ ഞാൻ ഒരുപാട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു മാഷേ. ടീച്ചർ വാ, ഇരിക്കെ. ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. സാരമില്ല മാഷേ, ഒരു കത്തല്ലേ, അതവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെയാകാൻ വഴിയില്ലല്ലോ. എത്രയോ വർഷമായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന കത്താണത്. നമുക്ക് ആ ട്രാക്ക് റെക്കോർഡൊന്ന് പരിശോധിക്കാം. എന്താ സംഭവിച്ചതെന്നൊന്ന് അറിയണമല്ലോ, അല്ലേ ബിനീഷേ? എടോ, താനാ എഴുത്ത് തിരിച്ചു വിട്ടില്ലേ? അതോ മറന്നുപോയോ? മാഷെ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാനത് പൊട്ടിച്ച് വായിക്കാൻ നോക്കിയപ്പോൾ കീറിപ്പോയി. എന്നിട്ടാ ലെറ്റർ അവിടെ? അത് ഞാൻ പേടിച്ചിട്ട് കീറിക്കളഞ്ഞു. വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന കത്താണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ആകാംക്ഷ തോന്നി. അങ്ങനെ പറ്റിപ്പോയതാ മാഷെ. മാഷ എന്നോട് ക്ഷമിക്കണം. ഇങ്ങനൊരു സംഭവം
എന്റെ 30 വർഷത്തെ സർവീസിൽ ഉണ്ടായിട്ടില്ല. താൻ ചെയ്തത് ക്രിമിനൽ ഒഫൻസാ. താൻ തകർത്തത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ വിശ്വാസ്യതയാ. മനസ്സിലായോ? താനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. തന്റെ സേവനം ഇവിടെ വേണ്ട. ഓ, ടീച്ചറെ, അവനൊരബദ്ധം പറ്റിയതാ. ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേരിങ്ങനെയാ, ഒരു നേരും നെറിയുമില്ല. തെറ്റുകാരൻ ഞാനല്ലേ? ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞിട്ടും ഇങ്ങോട്ട് ഓടി വന്നത് ഞാനല്ലേ? സാരമില്ല, മാധവേട്ടനെങ്കിലും കാണാൻ പറ്റിയല്ലോ. എത്ര സഹായിച്ചതാണല്ലേ മാധവേട്ടൻ. പോട്ടെ, ഇനി ഈ വഴിക്ക് ഒരു വരവുണ്ടാവില്ല മാഷേ. ടീച്ചറെ, ടീച്ചറെ ടീച്ചറെ അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ടീച്ചർ എന്നോട് ക്ഷമിക്കണം. ഞാൻ എഴുത്ത് പൊട്ടിച്ച് വായിച്ചു. ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും വരുന്ന എഴുത്താണെന്ന് പറഞ്ഞപ്പോൾ ഒരാകാംക്ഷ തോന്നി, അതാണ് നോക്കിയത്. ടീച്ചറെ സോറി. എന്താ തൻ്റെ പേര്? ബിനീഷ്. എത്ര വയസ്സായി? 24. അപ്പം ഞാൻ പരാതി കൊടുത്ത ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ബിനീഷിന് 27 ആവുമല്ലോ. അറിയാതെ പറ്റിപ്പോയതാ. ടീച്ചർ എന്നോട് ക്ഷമിക്കണം. ടീച്ചറിന് പരാതി ഇല്ലെങ്കിൽ മാധവേട്ടന് അതൊരു പ്രശ്നമാകൂല. എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ബിനീഷ്. എൻ്റെ ലെറ്റർ അയച്ചില്ലേ? എന്തായിരുന്നു അതിലുണ്ടായിരുന്നത്? എങ്ങനെയാ ടീച്ചറെ രവിയെ ഇത്രയും കാലം ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റണേ? ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ടീച്ചറെ. ഞാൻ പോട്ടെ ബിനീഷ്. ടീച്ചറെ ഞാൻ ഒരു ഓട്ടോ വിളിച്ചുതരാം. വേണ്ട ബിനീഷ്, താങ്ക്സ്. ഒരുപാട് നടന്ന വഴിയാ. ഒരിക്കൽ കൂടി ഞാൻ ഈ വഴിയൊന്ന് നടക്കട്ടെ. ഇതാ ഞാനും രവിയും പഠിച്ച സ്കൂള്. ഇവിടെ വെച്ചാ രവി ആദ്യമായിട്ട് എനിക്ക് ലവ് ലെറ്റർ തരുന്നത്. ആ കൊള്ളാലോ. ഞാനും രവിയായിട്ടുണ്ടായിരുന്ന ബന്ധം ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. അച്ഛന് ജോലി സംബന്ധമായി തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറായി. ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ കത്തുകളിലൂടെയായിരുന്നു ബന്ധം. ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ. എല്ലാ കഥകളും മാധവേട്ടനറിയാം. മാധവേട്ടനായിരുന്നു ഞങ്ങൾക്കിടയിലെ ഹംസം. ഞാൻ മിക്കവാറും ഇവിടെ തൊഴാൻ വരാറുണ്ടായിരുന്നു. വലിയ ഭക്തിയൊന്നും ഉണ്ടായിട്ടല്ല. രവിയേട്ടന് എന്നെ ഇവിടെ കാത്തിരിപ്പുണ്ടാവും. നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാ. മൊബൈൽ ഫോണിൽ എപ്പോൾ വേണേലും വിളിക്കാം, മെസ്സേജ് അയക്കാം.
രവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഇത്. ഇത് കേൾക്കുമ്പോൾ രവി അടുത്തുള്ള പോലെ തോന്നും. ഇല്ല, മതി, ഇനി ഒന്നും കാണണ്ട. ഇന്ന് എന്നെ തിരിച്ചു പോകണം. ബിനീഷ് പൊയ്ക്കോളൂ. എൻ്റെ പൈങ്കിളി കഥയും ക്രിഞ്ച് ഡയലോഗും കേട്ട് ബിനീഷിന് ബോറടിക്കും. എനിക്ക് ടീച്ചറോടൊന്ന് സംസാരിക്കണം. കഥകൾ പറഞ്ഞ് തീരില്ല ബിനീഷ്. ഒരുപാട് കണ്ട പുഴയാ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ടീച്ചർ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛൻ മരിച്ചതാ. വീട്ടിൽ അമ്മയും 2 അനിയത്തിമാരും മാത്രമേ ഉള്ളൂ. ടീച്ചർ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. കേസായി ജോലി പോയാൽ പിന്നെ എനിക്ക് വേറൊരു ജോലിയൊന്നും കിട്ടില്ല. വീട്ടിലും നാട്ടിലൊക്കെ അറിഞ്ഞാൽ ആകെ നാണക്കേടാവും. ആ എഴുത്ത് പൊട്ടിച്ചതിന് ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല. ടീച്ചറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ടീച്ചർക്ക് എങ്ങനെയാണ് രവിയെ ഇത്ര നാളായിട്ട് കാത്തിരിക്കാൻ പറ്റണേ? അയാൾ ഇനി ഒരിക്കലും വന്നില്ലെങ്കിലോ? അയാൾ ഇനി വേറെ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ബിനീഷ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നു ടീച്ചറെ, ഇപ്പോൾ ബ്രേക്കപ്പായി. ഞാൻ എങ്ങനെ പറഞ്ഞാലും ബിനീഷിനൊന്നും മനസ്സിലാവും തോന്നുന്നില്ല. തീവ്രമായ പ്രണയവും തീവ്രമായ വിരഹവും അനുഭവിച്ചവർക്ക് മാത്രമേ എന്നെ മനസ്സിലാവൂ. ഇവിടെ എത്ര നാളായി? 1 മാസം. ആദ്യത്തെ ജോലിയോ? അവസാനത്തെ ജോലിയാവോ? മാധവേട്ടൻ എന്നോട് പറഞ്ഞു ഇയാളെ സസ്പെൻഡ് ചെയ്തെന്ന്. ചിലപ്പോൾ കേസും വരും. ടീച്ചർ എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, ഞാൻ എപ്പോഴും ക്ഷമിച്ചു. എനിക്ക് പരാതിയൊന്നുമില്ലെന്ന് മാധവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും എഴുത്ത് പൊട്ടിച്ച് വായിക്കരുത് കേട്ടോ. എനിക്ക് പരാതിയൊന്നുമില്ല, എനിക്ക് ഒരു പരാതിയില്ല. മാധവേട്ടൻ എന്നോട് ക്ഷമിക്കണം. ആ എഴുത്ത് ഞാൻ കീറിക്കളഞ്ഞിട്ടില്ല. അപ്പം എങ്ങനെ പറഞ്ഞു പോയതാ. തന്നെ ഇവിടെ കേറ്റരുതാത്തതാ. പിന്നെ ആ ടീച്ചറിൻ്റെ നല്ല മനസ്സുകൊണ്ട് തന്നോട് ക്ഷമിച്ചേക്കാൻ പറഞ്ഞു. എല്ലാ മാസവും എന്തിനാ എഴുത്ത് പറഞ്ഞതെന്ന് അറിയില്ലല്ലോ. അതറിയാൻ വേണ്ടി ഞാൻ പൊട്ടിച്ചു വായിച്ചതാ. തനിക്കൊന്നും മനസ്സിലാകില്ലടോ. ആ ടീച്ചറും രവിയും അത്രയ്ക്കിഷ്ടത്തിലായിരുന്നു. താൻ പെരുമൻ ദുരന്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? രവി വലുതായപ്പോൾ കോയമ്പത്തൂർക്ക് ജോലി അന്വേഷിച്ചു പോയതാ. തിരിച്ചു വരുന്ന വഴി ഐലൻഡ് എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് പോയതാ ഊർമിളയെ കാണാൻ. അന്ന് ഊർമിള ടീച്ചർക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. ആ ട്രെയിൻ കായലിൽ വീണു. മരിച്ച എല്ലാവരുടെയും ബോഡി കിട്ടി. ഈ രവിയുടെ ഒളിച്ച്. ചിലര് പറയുന്നു രവി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ലെന്ന്. ചിലര് പറയുന്നു രവിയുടെ കയ്യിൽ കുറച്ച് പണമുണ്ടായിരുന്നെന്ന്. അത് തട്ടിയെടുക്കാൻ വേണ്ടി ട്രെയിനിൽ നിന്നും വേറെ എവിടെയോ കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണെന്നും പറയുന്നു. സത്യം ആർക്കറിയാം? എന്തായാലും ആ ടീച്ചറിന്റെ ജീവിതം പോയി. ഇപ്പോഴും രവി വരാൻ വേണ്ടി കാത്തിരിക്കുക. എല്ലാ മാസവും രവിയുടെ പഴയ അഡ്രസ്സിലേക്ക് കത്തയക്കും. അവിടെ ഇപ്പൊ വേറെ ആൾക്കാരാ താമസിക്കുന്നത്. രവി മരിച്ചതോടെ വീട്ടുകാരെങ്ങോട്ടോ പോയി. ആ താന് ഈ എഴുത്ത് തിരിച്ചു കൊണ്ടേ കൊടുക്ക്. തന്നെ സസ്പെൻഡ് ചെയ്യരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സന്തോഷായില്ലേ? ഇനിയിപ്പോൾ ടീച്ചർ പോയി കാണോ മാഷേ? ഇവിടെ പോയിട്ടുണ്ടാവില്ല. താൻ കൊണ്ടേ കൊടുക്ക്. തനിക്ക് എൻ്റെ ഒരു പണിഷ്മെന്റ് ആകട്ടെ. ആ ട്രെയിൻ ഇനി 20 മിനിറ്റ് കൂടിയുണ്ട്. പെട്ടെന്ന് ചെല്ല്.
തന്നെയെന്ന് കരുതുന്നു. അന്ന് ബിനീഷ് ആ കത്ത് കീറിക്കളഞ്ഞു എന്ന് എന്നോട് പറഞ്ഞത് കള്ളമായിരുന്നു. അവൻ ആ കത്ത് എൻ്റെ കയ്യിൽ തിരിച്ചു തന്നു. ടീച്ചർ പോകും എന്നറിയാമെങ്കിലും കത്ത് കയ്യിലേൽപ്പിക്കാൻ ഞാൻ ബിനേഷിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു. ടീച്ചർ പോയി എന്നറിയാമെങ്കിലും ബന്ധു വീട്ടിലുണ്ട്, വൈകിട്ടത്തെ ട്രെയിനിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിർത്തി ഒരു പണിഷ്മെൻ്റ് കൊടുത്തു. അത്രയുമെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ പോസ്റ്റ് മാസ്റ്ററാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? കയ്യിലിപ്പോഴും ടീച്ചറിൻ്റെ കത്തിരിപ്പുണ്ട്. അഡ്രസ്സീ നോട്ട് എന്ന് എഴുതി തിരിച്ചയക്കാൻ ആലോചിക്കുമ്പോഴെല്ലാം ടീച്ചർ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. രവി കൈപ്പറ്റി എന്ന് തോന്നിയ ആ കത്ത് ടീച്ചറുടെ അടുത്തേക്ക് മടങ്ങി വരാതിരിക്കട്ടെ, അതാണ് നല്ലത്. അതുകൊണ്ട് ആ കത്ത് ഞാൻ തിരിച്ചയക്കുന്നില്ല. അക്ഷരങ്ങൾക്ക് ആത്മാവുണ്ടെന്ന് പറയാറില്ലേ? അമ്പലപ്പാട്ടെ രവിയുടെ ആ പഴയ തറവാട്ടു പഠിക്കൽ ബിനീഷ് പൊട്ടിച്ച ആ കത്ത് ഞാൻ കൊണ്ടിട്ടു, ഒരാത്മശാന്തിക്കായി. ഊർമിളയുടെയും രവിയുടെയും ആ പഴയ പോസ്റ്റ്മാനായി. ഒരു മൊബൈൽ കോളിൽ പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എങ്കിലും ഒരു കത്തിലൂടെ തുടങ്ങിയ നമ്മുടെ ബന്ധം ഒരു കത്തിലൂടെ തന്നെ അവസാനിക്കട്ടെ. സ്നേഹപൂർവ്വം രവിയുടെയും ഊർമിളയുടെയും മാധവേട്ടൻ.